വയനാട്ടിൻ്റെ പറുദീസയായ മേപ്പാടിയിൽ നിന്നുമാകാം ഇന്നത്തെ വീഡിയോ. മേപ്പാടിയിൽ നിന്നും 1 കിലോമീറ്റർ മാറി പച്ചപ്പരവതാനി വിരിച്ച് നിലകൊള്ളുന്ന സ്ഥലമാണ് നെല്ലിമുണ്ട. ഈ കാണുന്നതെല്ലാം റിപ്പൺ എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷനുകളാണ്. ബ്രിട്ടീഷുകാർ സമ്മാനിച്ചു പോയതാണ് ഈ കെട്ടിടങ്ങളെല്ലാം. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളെല്ലാം കല്ലും മണ്ണും മറ്റു പല മിശ്രിതങ്ങളും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ കെട്ടിടങ്ങൾ പുതിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ഇവിടെ നിന്നും ചെമ്പ്രയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്ലാന്റേഷനിലേക്കുള്ള കീടനാശിനികൾ തെളിക്കാനും വെള്ളം കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന ടാങ്കറുകളാണിത്. ഈ കാണുന്നതാണ് AVT പ്ലാന്റേഷൻ്റെ ഫാക്ടറി. അതിനു ചുറ്റും റിപ്പൺ AVT പ്ലാന്റേഷനുകൾ നിലകൊള്ളുന്നു. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ലോകത്തിലെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഈ ഭംഗി ആസ്വദിക്കാൻ എത്താറുണ്ട്. വർഷങ്ങളായി ഈ നാട്ടുകാരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ തേയില പ്ലാന്റേഷനുകൾ. പുരാതന കാലത്ത് വേദഗോത്രത്തിലെ രാജാക്കന്മാരാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. പിന്നീട് തേയില കൃഷിക്കായി ഈ പ്രദേശം തുറന്നുകൊടുത്ത ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വയനാട് വീണു. വയനാടിൻ്റെ അപകടകരമായ ചെരുവുകളിൽ ബ്രിട്ടീഷുകാർ റോഡുകൾ സ്ഥാപിച്ചു. തേയില ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് 1896 ആരംഭിച്ച് 1902 വരെ തുടർന്നു. ഈ തേയിലത്തോട്ടങ്ങൾ കടന്നു വേണം നമുക്ക് 900 കണ്ടി, സൂചിപ്പാറ വാട്ടർഫാൾസ് എന്നിവിടങ്ങളിലെല്ലാം എത്തിച്ചേരാൻ. വർക്കേഴ്സിന് ബ്രേക്ക് എടുക്കാനുള്ള സൈറനാണ് ഈ കേൾക്കുന്നത്. പെട്ടെന്ന് നോക്കിയാൽ ചെമ്പ്രയുടെ താഴ്വാരമായി ഈ സ്ഥലത്തെ കാണാം. എസ്റ്റേറ്റിൻ്റെ പാടി എന്ന് അറിയപ്പെടുന്ന കെട്ടിടങ്ങളിലാണ് തൊഴിലാളികൾ താമസിച്ചിരുന്നത്. ഇന്ന് കുറേ ആളുകൾ വീട് വെച്ചും മറ്റു ജോലിക്കായും ഇവിടം വിട്ട് മാറി താമസിച്ചു തുടങ്ങിയിരിക്കുന്നു. വയനാട്ടിലെ പല ടീ പ്ലാന്റേഷനുകളിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസും മറ്റുമാണ് വർക്ക് ചെയ്യുന്നത്. മഞ്ഞ പെയിൻ്റ് അടിച്ചതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള കോട്ടേജുകളാണ്.
ഇപ്പോൾ ഇത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുത്തു. ടൂറിസവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുകയാണ്. മതങ്ങളിൽ വേർതിരിവ് കാണിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണിവിടെ. തൊള്ളായിരം കണ്ടിയിലോട്ടെല്ലാം പോകുമ്പോൾ പലയിടങ്ങളിലായി നമുക്ക് ഈ അരുവിയുടെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പുറത്തുനിന്ന് തന്നെ നമുക്ക് ഫാക്ടറിയിലേക്ക് തൊഴിലാളികൾ പറിച്ച തേയില കൊണ്ടുപോകുന്നതും മറ്റും കാണാൻ സാധിക്കുന്നതാണ്. യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് അകത്തേക്ക് കയറാത്തത്. അതിന് പ്രത്യേകം പെർമിഷൻ വേണമെന്നാണ് അറിഞ്ഞത്. ഫാക്ടറിക്ക് സ്വന്തമായി ആംബുലൻസും ചെറിയൊരു ഹോസ്പിറ്റലുമുണ്ട്. അത് തൊഴിലാളികൾക്ക് വളരെ ഉപകാരപ്രദവുമാവുന്നു. ഇപ്പോൾ ഇതിൻ്റെയെല്ലാം വർക്കിംഗ് എങ്ങനെയാണെന്നറിയില്ല. കാരണം പലയിടങ്ങളിലും ടീ പ്ലാന്റേഷനുകൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ബോച്ചെ ഭൂമിമിത്ര, ബോച്ചെ 1000 ഏക്കർ എന്നറിയപ്പെടുന്നു. അങ്ങനെ മടങ്ങി വരുമ്പോൾ 5 റോഡ് കൂടിയ ഒരു കവലയുണ്ട്. ഇവിടം സന്ദർശിക്കുന്നവർക്ക് നല്ല രുചികരമായ എണ്ണക്കടികളും ചായയും കിട്ടുന്ന ഒരു കടയുണ്ട്. ഞാനും അവിടുന്ന് ചായയും കുടിച്ച് മടക്കയാത്ര ആരംഭിച്ചു. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഈ കൊച്ചു ചാനലിലെ വ്യൂവിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നിങ്ങളിൽ പലരും വീഡിയോ കാണുന്നവരാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.